എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൂര്യ രഞ്ജീഷ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ വേറെ ഒരു മുരിങ്ങയിലയുടെ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓൾറെഡി ഞാനൊരു മുരിങ്ങയിലയുടെ തോരൻ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായി ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിരിക്കാം. ഇന്ന് ഞാൻ മുരിങ്ങയില വെച്ചിട്ടുണ്ടാക്കാൻ പോകുന്നത് ഒരു ചമ്മന്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത്ര പരിചിതമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കതൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. എന്താന്ന് വെച്ചാൽ നമ്മളുടെ ചക്കപ്പുഴുക്കിൻ്റെ കൂടെ വെജിറ്റേറിയൻസിന് പറ്റിയ ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് മുരിങ്ങയില ചമ്മന്തി എന്നത്. വളരെ ഹെൽത്തിയുമാണ്. കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റുന്ന രീതിയിലും നമ്മൾക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. നല്ല കുഴഞ്ഞ ചക്കപ്പുഴുക്കിൻ്റെ കൂടെ, അതായത് ചെറിയൊരു മധുരവും കൂടി ഉണ്ട്, സൂപ്പർ ആയിരിക്കും. നല്ല എരിവോട് കൂടി ഒരു മുരിങ്ങയില ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പറയുമ്പോൾ തന്നെ എനിക്ക് വായ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. വേറെ എല്ലാവരും ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ റെസിപ്പി ഒരു സൂപ്പർ റെസിപ്പിയാണ്. നിങ്ങളപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നത്തെ നമ്മുടെ താരമായ മുരിങ്ങയില ചമ്മന്തി ഉണ്ടാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ഫ്രഷ് കോക്കനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങ ചിരവിയതാണ്. അതുകൂടാതെ ഒരു ചെറിയ ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 3-4 വറ്റൽമുളക്, കടുക് വറുത്തിടാൻ വേണ്ടി നമ്മളുടെ വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, അതുകൂടാതെ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില, അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞ് ഇല മാത്രമായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം നമ്മളുടെ ഈ ചമ്മന്തി, അതായത് നമ്മളുടെ ഈ മുരിങ്ങയില ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അടുത്തതായി ഞാനൊരു മിക്സിയുടെ ജാർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക്, അതുകൂടാതെ ചുവന്നുള്ളി, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഈ ജാറിലേക്ക് നമ്മളുടെ ചമ്മന്തി അരച്ച് എടുക്കാൻ ആവശ്യമായ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇതിനകത്ത് സാധാരണ നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിയൊക്കെ ചേർക്കാറുണ്ട്, പക്ഷേ ഈ ചമ്മന്തിക്ക് ഇഞ്ചിയുടെ ഒന്നും ആവശ്യമില്ല. ഇനി നമുക്കിത് അടച്ച് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിപ്പം ഇത് കുറച്ച് തിക്കായിട്ടല്ലേ ഇരിക്കും, നമുക്കിനി ഇതിനകത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് വേണം നമുക്കിതിനെ ചമ്മന്തിയാക്കി, കടുകെല്ലാം വറുത്ത് നമ്മുടെ മുരിങ്ങയില ചമ്മന്തിയാക്കി മാറ്റാൻ. അടുത്തതായി നമ്മളുടെ മുരിങ്ങയില ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണയും വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം നന്നായിട്ട് അത് ചൂടായിട്ടുണ്ട്. ആ സമയം ഞാൻ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. ആ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക്, ഉണങ്ങിയ മുളക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ആ സമയം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതായി നമ്മളുടെ ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില, ഇത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. തീ നന്നായിട്ട് കുറച്ച് വെക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങയില നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആയിക്കിട്ട് ഒരുപാട് സമയമൊന്നും അടച്ചു വെക്കേണ്ട ആവശ്യം വരില്ല. ഈ സമയം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചമ്മന്തി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളമൊന്നും ആക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി, അതായത് തിള വരരുത്, ചെറിയ തീയിൽ കിടന്ന് എന്നാൽ നന്നായിട്ട് എല്ലാവരും ഒരു പതഞ്ഞ് വരണം. ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ ചമ്മന്തി റെഡിയാക്കി എടുക്കേണ്ടത്. നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കുക. ഇതാ ഇപ്പം നമ്മുടെ ചമ്മന്തി സൈഡിൽ ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരുന്നുണ്ട്. ഈ സമയം ഞാനിത് നമ്മളുടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ മുരിങ്ങയില ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. മുരിങ്ങയില നമ്മളിങ്ങനെ എണ്ണയ്ക്കകത്ത് കടുകൊക്കെ വറുത്തിട്ടപ്പം അതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ചക്കപ്പുഴുക്ക്. ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന ചക്കപ്പുഴുക്കാണ് ഏറ്റവും നല്ലത്. ചെറിയൊരു മധുരവും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഇതാ ഇന്ന് രഞ്ജീഷ് ചേട്ടനും ഋഷിയും ഗീതുട്ടിയും 3 പേരും വന്നിട്ടുണ്ട് നമ്മളുടെ ചക്കപ്പുഴുക്കും ചമ്മന്തിയും ടേസ്റ്റ് ചെയ്യാൻ. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു മുരിങ്ങയില ചമ്മന്തിയുടെ കാര്യം, പക്ഷെ ഇവർക്ക് അത്ര പരിചയമില്ല. ഏട്ടൻ കഴിച്ചിട്ടുണ്ടോ?
കഴിച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്നതായിരുന്നു ഇങ്ങനെ. സാധാരണ എല്ലാവർക്കും ചക്കപ്പുഴുക്കിനോട് നോൺ വെജ് ആയിരിക്കുമല്ലോ ഇഷ്ടം. പക്ഷെ നമുക്ക് ഇന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ചക്കപ്പുഴുക്കും നമ്മളുടെ സൂപ്പറായിട്ടുള്ള മുരിങ്ങയില ചമ്മന്തിയും. അപ്പം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോളൂ. ചക്കപ്പുഴുക്കിന് നല്ല മണം വരുന്നുണ്ടല്ലേ, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച്. നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എല്ലായിടത്തും കിട്ടുന്ന പോലെ എടുക്കാം. എടാ ചക്കപ്പുഴുക്കിലേക്ക് നമ്മളുടെ ചമ്മന്തി ഇങ്ങനെ ഒഴിച്ചിട്ട് ഇനി അവരൊന്ന് കഴിച്ചു നോക്കിയിട്ട് അവർ പറയട്ടെ എങ്ങനെയുണ്ടെന്ന്. എൻ്റെ എപ്പോഴും ഫേവറേറ്റ് ആണ്. കുറച്ചിങ്ങനെ എങ്ങനെയുണ്ട് ഗീതുട്ടി? എങ്ങനെയുണ്ട് ഏട്ടാ ടേസ്റ്റ് ഉണ്ടോ? മുരിങ്ങയിലെ ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ടോ? നന്നായിട്ട് വരുന്നുണ്ട്. ചക്കപ്പുഴുക്കിന് ചെറിയൊരു മധുരമുണ്ട്. ഇപ്രാവശ്യം കിട്ടി, നമുക്ക് കിട്ടി. എപ്പോഴും ചെറിയൊരു മധുരമുള്ള ചക്കപ്പുഴുക്കിനാണ് എപ്പോഴും ഈ ചമ്മന്തി നല്ലതായിട്ടുള്ളത്. ആദ്യമായിട്ട് സാധാരണ എല്ലാവരും ചക്കപ്പുഴുക്കിനോ നോൺ വെജ് മീനോ അല്ലെങ്കിൽ ചിക്കനോ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷെ വെജിറ്റേറിയനായ എനിക്ക് വളരെ ഫേവറേറ്റ് ആണ് ഇത് ഇങ്ങനെ കഴിക്കുന്നത്. ഒന്നുകൂടെ കാണിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് എനിക്ക് തന്നെ വായി വെള്ളം വരുന്നുണ്ട്. ചട്നി നല്ല ഇതാണല്ലോ, പിന്നെ മുരിങ്ങയുടെ ഇത് കൂടെ വരുമ്പോ നല്ല ടേസ്റ്റ്. ശരി, അപ്പോൾ ഞങ്ങളെല്ലാം ഇതൊന്ന് കഴിക്കട്ടെ കേട്ടോ. ബൈ. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള നമ്മളുടെ ചക്കപ്പുഴുക്കും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടുമുള്ള മുരിങ്ങയില ചമ്മന്തി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയുക എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇനി പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.